പോളണ്ടിൽ എന്ത് സംഭവിച്ചു? റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം വിടരുത്. ഒക്ടോബർ 30 പറഞ്ഞു തുടങ്ങിയ സന്ദേശം മലയാളിയെ ചിരിപ്പിച്ചും അതിലേറെ ചിന്തിപ്പിച്ചും കാൽനൂറ്റാണ്ടിന്റെ ചരിത്രവുമായി തിളങ്ങുകയാണ് മലയാളത്തിന്റെ അഭിമാനമായ ഈ ചിത്രം. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന സന്ദേശത്തിലെ ഓരോ രംഗവും ഓരോ സംഭാഷണവും മലയാളിക്ക് മനഃപ്പാഠമാണ്. ഇന്നും പ്രസക്തിയേറുന്ന സന്ദേശം നമുക്ക് സമ്മാനിച്ചവർ ഓർത്തെടുക്കുകയാണ് പഴയ നിമിഷങ്ങളെ പുതിയ കാലത്തിൽ. ഇപ്പോഴും സാധാരണ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ സന്ദേശത്തിനെ പറ്റി പറയുമ്പോൾ ശരിക്കും വലിയ സന്തോഷം തന്നെയാണുള്ളത്. കാരണം ഒരു സിനിമ കാലാതീതമായിട്ട് നിലനിൽക്കാൻ സാധിക്കുക, അതെപ്പോഴും ചർച്ച ചെയ്യപ്പെടുക, അതിൻ്റെ വിഷയത്തിന് എപ്പോഴും പ്രസക്തി ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ സന്ദേശം ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഇത്ര കാലം നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമെന്നോ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഓരോ സമയത്തും സിനിമകൾ ചെയ്യുന്നത് അപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ അന്ന് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് LDFൻ്റെ മിനിസ്ട്രി മാറിയിട്ട് UDF അധികാരത്തിൽ വന്ന ഒരു കാലത്തായിരുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു സിനിമ ആലോചിക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനും ശ്രീനിവാസനും ചേർന്ന് അങ്ങനെ ഒരു വിഷയം ആലോചിക്കുന്നത്. അയ്യോ, ഞാൻ കാരണല്ല, കോഴി കാരണം. ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴിയോ? അയ്യോ, ഞാൻ കോഴിയല്ല, ഭാനുവരുത്തി കോഴി വേണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുത്തുള്ളൂ. എന്റെ കടിതം കിട്ടില്ലായിരുന്നു പാനു? കടിതവോ? കത്ത് ഒക്കെ കിട്ടി. അത് ഇങ്ങോട്ട് വിട്ടു അവന് രാഘവട്ടം പൊട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്ന കാര്യമല്ല, അതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ടത് പൊട്ടാതെ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. മോളുവാ വെരി ഹെവി വെയിറ്റ്, ഒന്ന് സഹായിക്കും. അന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ BJP അന്ന് വളരെ സജീവമല്ല. ഞാനപ്പോൾ ആ പടത്തിൽ ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ പറഞ്ഞിട്ട് നമ്മളതിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല. വേറെ പാർട്ടികളുടെ പേരൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചത്. പക്ഷേ ആളുകൾക്കറിയാം ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ അത്രയും കാലം ഏകദേശം നാട്ടിൽ ജീവിച്ച് ആ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അന്നത്തെ കാര്യങ്ങൾ ഒന്നിലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ മാറി നിന്ന് നോക്കാൻ പറ്റിയപ്പോഴാണ് ഇവിടെ നടക്കുന്ന പരിഹാസ്യമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. എല്ലാം പരിഹാസ്യമാണ്. അന്ന് മുതൽ ഞാൻ കണ്ടിട്ടുള്ള പലതും പരിഹാസ്യമാണ്. അങ്ങനെ നിഷ്പക്ഷമായി നോക്കിക്കാണാനുള്ള ഒരു മനസ്സുണ്ടായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ എഴുതാൻ സാധിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? അവര് ജയിച്ച പാതി മീശ എടുക്കാമെന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എൻ്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. ശ്രീനിവാസന്റെ രചനയിൽ അന്ന് സന്ദേശം എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഓരോ സീനുകൾ എടുക്കുമ്പോഴും ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷം അത് വളരെ വലുത് തന്നെയായിരുന്നു.
ഒരു കുടുംബ സിനിമ, ഒരിക്കലും അതൊരു രാഷ്ട്രീയ സിനിമയല്ല സന്ദേശം. തിരക്കഥയുടെ ഒരു ഗുണം തന്നെയാണ് അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ഇത്രയും കാലങ്ങളെ അതിജീവിക്കുന്നത്. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ച് എന്ത് ചെയ്യും? ഉച്ചരിച്ച് നോക്കാം. അച്ഛാ, നീ പോ. പോളണ്ട് വേണ്ട, ശരിയാവില്ല. വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് ആ സിനിമ ഉണ്ടാകുന്നതിനൊക്കെ കുറേ കാലം കൂടി മുമ്പായിരുന്നു. കാരണം കുറേ കാലമായിട്ട് എൻ്റെയും ശ്രീനിവാസൻ്റെയും മനസ്സിൽ അതൊരു സബ്ജക്റ്റായിട്ട്, അതായത് കഥയായിട്ടല്ല, അതൊരു വിഷയമായിട്ട് രൂപപ്പെട്ടിരുന്നു. കാരണം രാഷ്ട്രീയത്തിനെ ദൂരെ നിന്നാണെങ്കിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ 1-2 ആളുകളാണ് ഞാനും ശ്രീനിവാസനും. അപ്പോൾ നമുക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും, വളരെ ഗൗരവതരമായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും നമ്മൾ ചിരിപ്പിക്കാറുണ്ട്. കാരണം അതിൻ്റെ അർത്ഥരാഹിത്യം ആലോചിച്ച്. അപ്പം പല സിനിമകളുടെ സമയത്തും ആ സന്ദേശത്തിൻ്റെ വിഷയം സിനിമയാക്കണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ അതിനകത്തൊരു കഥയില്ല എന്നുള്ള ധാരണ കൊണ്ട് ഞങ്ങളത് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് ഒരു ദിവസം ഒരു പുതിയ കഥയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ലോഹിതദാസിനോട് ഞാൻ ഈ കഥ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയമുണ്ട്, പക്ഷെ അതിലൊരു സിനിമാ കഥയില്ല എന്ന് പറഞ്ഞു. ലോഹി ഭയങ്കര ആവേശത്തോട് പറഞ്ഞു, പക്ഷേ അതാണ് ഇതിൻ്റെ ഭംഗി, ഒരു സിനിമാ കഥയില്ല എന്നുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളിത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹിയുടെ ഒരു പിന്തുണയാണ് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാത്തെ? കോടതി പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാവരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണച്ചാ പറ്റിയ മാർഗം. കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണച്ചാ. എന്ത് പ്രശ്നം? സമരത്തിന് പോകണം, അടിപിടിക്ക് പോകണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക, നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അന്ന് സിനിമയെ പറ്റിയും അത്രയും ഗൗരവമായിട്ടല്ല സിനിമയും കണ്ടിട്ടുള്ളത്. അഭിനയത്തെയും അത്ര കണ്ട് ഗൗരവം കൊടുത്തിട്ടില്ല. ഞാനൊരു സിനിമയിലേക്ക് വരുന്നു, സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി, എൻ്റെ സിനിമകൾ റിലീസാവുന്നു, ഒരു സിനിമ കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അല്ലാതെ ഒരു വലിയ പൊളിറ്റിക്കൽ സെറ്റയറാണ്, ഇന്നത്തെ കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊന്നും അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടുത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. കണ്ട, ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടച്ചാ. അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ, പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ആള് കാലുതെറ്റി വീണ അതിലെന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കയ്യിൽ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ.
ചോദിച്ചു